മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ ഹളറത്തിലേക്ക് ഉംറ തങ്ങൾ കടന്നുപോയില്ലേ റളിയല്ലാഹു അൻഹു. ആ പ്രസിദ്ധമായ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഹബീബായ തങ്ങൾ അന്നേരത്ത് ഒന്ന് കിടന്ന് എഴുന്നേറ്റതാണ്. എഴുന്നേറ്റ് നോക്കുമ്പോൾ നബി തങ്ങളുടെ പുറത്ത് ഒരുപാട് പായയുടെ അടയാളങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പായയുടെ അടയാളങ്ങൾ. റഫല്ലേ, ഇന്നത്തെ കാർപ്പറ്റോ പായൊന്നല്ലല്ലോ. ഈത്തപ്പനയുടെ ഇല തന്നെ എത്ര ഹാർഡാണ് അല്ലെ. കണ്ണിലെ കുത്തിയ കണ്ണൊക്കെ പൊട്ടിപ്പോയി പോകും അല്ലെ. തെങ്ങിന്റെ ഓല പോലെ അല്ലല്ലോ, ഷാർപ്പല്ലേ, മുള്ളു പോലെ ഷാർപ്പാണ്. അതുകൊണ്ടുണ്ടാക്കുന്ന ഒരു പായ സങ്കല്പിച്ചു നോക്കി. ആ പായയുടെ അടയാളം നബി തങ്ങൾ കുപ്പായിടാതെ അന്ന് തങ്ങള് കടന്നതാണ്. അപ്പൊ ശരീരത്തിൽ എന്തുണ്ട്? പായയുടെ അടയാളം കണ്ടപ്പോ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുപോയി. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഫബകാ, ഞാത്ത കരച്ചിൽ. മാ യുബ്കീക ഉമറേ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കരച്ചിൽ കണ്ടിട്ട് കണ്ടില്ല എന്ന് വിചാരിക്കലല്ല. എന്താ പ്രശ്നം എന്ന് ചോദിക്കണം. നമ്മുടെ മുമ്പിൽ ഒരാൾ കഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്താ കഷ്ടപ്പാട്, എന്താ വിഷമം? നമുക്ക് ചിലപ്പോ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല എന്ന് വരും. എന്നാലൊന്ന് ചോദിക്കുമ്പോൾ ഒരു സമാധാനമല്ലേ. ഈ ലോകത്രക്കല്ലേ ഉള്ളൂ. മനുഷ്യന്മാരുടെ പ്രയാസം തീർക്കാൻ അല്ലാഹുവിനല്ലാതെ കഴിയൂല. എന്നാലും ഒരു നല്ല വാക്ക് ഞാൻ നിങ്ങൾക്ക് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന ഞാൻ ചെയ്തു തരണ്ട്. എന്റെ കയ്യിലും നിങ്ങളെ കയ്യിലും അല്ലാഹ് തരാൻ വേണ്ടി പഠിച്ചവനോട് ചോദിക്കും. ഒരു നല്ല വാക്ക് പറഞ്ഞാൽ എന്ത് റാഹത്തായിരിക്കും. നമ്മുടെ മുമ്പിൽ കഷ്ടപ്പാടിരിക്കുന്ന എന്തെങ്കിലും പ്രയാസം ഉണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അത് ചോദിക്കുന്നത്, ആ ചോദിക്കപ്പെടുന്ന ആ പ്രയാസമുള്ളവന്റെ മനസ്സിന്റെ സന്തോഷം വലുതായിരിക്കും. നിങ്ങൾ ആ കരച്ചിൽ കാണുമ്പോഴേ ചോദിക്കും, മാ യുബ്കീക ഉമറേ, നിങ്ങൾ എന്തിനാണ് ഈ കരയുന്നത്? യാ റസൂലല്ലാഹ്, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കിസ്റ വ ഖൈസറു ഫീമാ ഹുമാ ഫീ, കിസ്റയും ഖൈസറും അനുഭവിക്കുന്ന സുഖം കാണുന്നില്ലേ നബിയേ? ഇറാനിന്റെ ഭരണാധികാരിയും റോമിന്റെ യൂറോപ്പുകാരനായ ഭരണാധികാരിയും അവരുടെയൊക്കെ കൊട്ടാരങ്ങള്, അവരുടെ മെച്ചകള്, അവരുടെ സൗകര്യങ്ങള് ഇതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടല്ലോ നബിയേ. വഅൻത റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലല്ലയോ നബിയേ? അലാ ഹസ്വീർ, ഈ ദ്രവിച്ചു കിടക്കുന്ന പായയിലല്ല നബിയേ അങ്ങ് കിടക്കുന്നത്. ഇതോർക്കുമ്പോൾ എനിക്ക് കരഞ്ഞു പോകുന്നു, ഓർക്കുമ്പോൾ കരഞ്ഞു പോകുന്നു നബിയേ. അവരെത്ര, അങ്ങ് റസൂലല്ലേ, ഈ ലോകത്തിന്റെ എല്ലാമല്ല ഖൈറുൽ ഖൽഖല്ലേ, ഈ ലോകത്ത് അല്ലാഹു പടച്ച സർവ്വ മുത്തുകളെക്കാളും രത്നങ്ങളെക്കാളും ഈ ലോകത്തെ സ്വർണത്തെക്കാളും മറ്റു പ്രഷ്യസ് ഏതെല്ലാം സാധനങ്ങളുണ്ടോ അതിനേക്കാൾ എല്ലാം ഖൈറായ നബിയേ, അങ്ങ് ഈ പായയിലും അവരൊക്കെ എത്ര വല്ല സൗകര്യങ്ങളിലുമാണ്. ഇതോർക്കുമ്പോൾ എന്റെ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ല ഒരു വിരിപ്പ് പോലും ഇല്ലല്ലോ എന്നോർത്ത് കരയുകയാണ് നബിയേ. അതിനെന്തിനാണ് വിഷമിക്കുന്നത്? അവർക്ക് അല്ലാഹു ഈ ലോകം കൊടുത്തു, നമുക്ക് അല്ലാഹു പരലോകം തന്നു. ഒരേ ഉമറേ, നമുക്ക് പരലോകവും ഇവർക്ക് ഈ ലോകവുമാണെങ്കിൽ എന്തിനാണ് വിഷമിക്കുന്നത്? നമ്മൾ ഇവിടെയും കഷ്ടപ്പാട് അവിടെയും കഷ്ടപ്പാട്, അങ്ങനെയല്ലല്ലോ. ഇവിടെ കഷ്ടപ്പെടുന്നു, അല്ലാഹു നമുക്ക് അവിടെ തരുമല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ തങ്ങളോട് പറയാം. ഖത്താബിന്റെ മോനെ, എന്നെ പറ്റി നിങ്ങൾക്ക് വല്ല സംശയം തോന്നുന്നുണ്ടോ? എന്നെ പറ്റി വല്ല സംശയം തോന്നുന്നുണ്ടോ? ഉലൈക ഖൗമുൻ അജ്ലത് ലഹും ത്വയ്യിബാതുഹും ഫിൽ ഹയാത്തിദ് ദുനിയ. ഉമറേ, അവരുടെ നന്മകളൊക്കെ അല്ലാഹു ഇവിടെ കൊടുത്തു കഴിഞ്ഞു, നാളെ പരലോകത്തുണ്ടാവില്ല. ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, സംശയം വേണ്ട ഉമറേ. അവർക്ക് അല്ലാഹു ഇവിടെ കൊടുത്തു, നമുക്ക് അല്ലാഹു ഇവിടെ തരൂലേ? അതുകൊണ്ട് അത്രയും നശ്വരമായൊരു ലോകത്തിന് വേണ്ടി എന്തിനാണ് ഉമറേ നിങ്ങൾ വിഷമിക്കുന്നത്? അപ്പൊ ഈ ലോകത്തിന്റെ എന്നാൽ അല്ലാഹു തആല സമ്പത്തുണ്ടാക്കേണ്ട, നിങ്ങൾ ജോലി ചെയ്യേണ്ട എന്നല്ല നമ്മളോട് എന്തിനു പറഞ്ഞു? നിങ്ങൾ റബ്ബിനോട് ഹലാല് കൊണ്ട് ഐശ്വര്യം തരാൻ വേണ്ടി ദ്വാരക്കണം. നമ്മളൊക്കെ പഠിച്ചു വെക്കേണ്ട ദുആയാണ് അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക. നമുക്കറിയില്ല ദുആ, അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക വബിഫദ്ലിക അമ്മൻ സിവാക. ഞാൻ പഠിക്കുന്ന കാലത്ത് കുറെ ദ്വാരന്നിരുന്നൊരു ദുആയാണത്. സ്വകാര്യമായതുകൊണ്ട് നിങ്ങളോട് പറയാം, ഒരു പരസ്യമാക്കി കൂടാതെ കുഴപ്പം ഒന്നും പറയണില്ല. അള്ളാഹിനോട് ചോദിക്കുക, അത് എങ്ങനെ? പടച്ചോനെ, അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക, ഒരു ഹറാമിലേക്കും പോവാതെ ഹലാല് കൊണ്ട് നീ എനിക്ക് ഐശ്വര്യം തരണം. വബിത്വാഅതിക അൻ മഅസിയതിക, തെറ്റുകളിലേക്ക് പോകാതെ നിനക്ക് ഇബാദത്ത് ചെയ്യാനും തൗഫീഖ് തരണം. വബിഫദ്ലിക അമ്മൻ സിവാക, ഒരു മനുഷ്യനോടും യാചിക്കേണ്ട അവസ്ഥ വരാതെ നീയായിട്ട് എന്റെ കാര്യങ്ങൾ ശരിയാക്കി തരണം. ഇത് പടച്ചവനോട് മനസ്സറിഞ്ഞ് ചോദിച്ചു നോക്കി, അള്ളാഹു നമ്മുടെ മുമ്പിലേക്ക് വഴികൾ എളുപ്പാക്കി തരും.
ഹലാലായ വഴികൾ അള്ളാഹു എളുപ്പാക്കി തരും. റബ്ബിനോട് ഐശ്വര്യം ചോദിക്കണം, ദാരിദ്ര്യം തരണം എന്ന് ചോദിക്കേണ്ട. നബി തങ്ങൾ ചോദിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ചോദിച്ചു, എന്നെ ദരിദ്രനായി ജീവിപ്പിക്കണം പടച്ചോനെ, ദരിദ്രന്മാരോടുകൂടെ എന്നെ പുനരുദ്ധാരണം ചെയ്തു തരണം, ദരിദ്രന്മാരോട് കൂടെയാക്കി തരണം എന്നൊക്കെ നബി തങ്ങൾ ദ്വാരം തരണം. പക്ഷെ നമ്മളോട് അങ്ങനെ ദ്വാരക്കരുതെന്നാ പറഞ്ഞു. എന്തേന്നറിയോ? തങ്ങൾക്ക് ദാരിദ്ര്യം കൊണ്ട് ക്ഷമ വേണ്ടി വരും. നമുക്ക് ദാരിദ്ര്യം വേണം അള്ളാഹിനോട് ചോദിച്ചു, അള്ളാഹു ഇങ്ങോട്ട് ദാരിദ്ര്യം തന്നു. 2 കിഡ്നിയും ഫെയിലായി, ചികിത്സിക്കാൻ കയ്യിൽ കാശില്ല, കുടുംബം പട്ടിണിയില്, വീട് ജപ്തിയില്, അങ്ങനെ ഇങ്ങനെ. ഇത് വരുമ്പോ നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല. നബി തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ക്ഷമ നിങ്ങൾക്കുണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹിനോട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? ദാരിദ്ര്യം ചോദിക്കണ്ട, പടച്ചവനോട് ഐശ്വര്യം ചോദിച്ചോളൂ. അള്ളാഹുവിനോട് ഐശ്വര്യം തരാൻ വേണ്ടി പറയണം. ദാരിദ്ര്യം നിങ്ങൾ ചോദിക്കേണ്ട, കാരണം അത് നൽകപ്പെട്ടാൽ നിങ്ങൾക്കത് ക്ഷമിക്കാൻ കഴിയൂല. ഒന്നില്ലായിരുന്നു എന്ന് പറഞ്ഞേക്കും. പിന്നെ നമ്മളോട് ചോദിക്കാൻ പറഞ്ഞ ഐശ്വര്യമാണ് അള്ളാഹുവിന്റെ സ്മരണയിൽ, പടച്ചവനെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുക. എത്ര സൗകര്യം അള്ളാഹു തന്നാലും, നമുക്ക് എത്ര തന്നെ അള്ളാഹു തന്നാലും ഒരുപാട് ആളുകളുടെ പ്രയാസം തീർത്തെടുത്തൂടെ? അങ്ങനെ ചിന്തിക്കുക. ഒരുപാട് ആളെ സഹായിച്ചൂടെ നമുക്ക്? അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ അള്ളാഹിനോട് ഈ ദുആ നല്ലോണം വരുന്നോളെ. നിങ്ങൾ നാട്ടിലെത്തി പേനും കുപ്പായിട്ട് സ്പ്രേ അടിച്ച് ചെന്നാലേ എന്തായാലും 4-5 ആൾക്കാരെ വരയ്ക്ക് വരും. റെസിറ്റ് ബുക്കേറ്റ് വേറെ ടീം വരും, അല്ലാത്ത കഷ്ടപ്പാടില്ലോല് വരും. നിങ്ങൾ ഇവിടുന്ന് കടം കള്ളം വേണ്ടിയിട്ട് കാര്യം പോയിട്ടുണ്ടാവാം. പക്ഷെ നാട്ടുകാർക്ക് അത് അറിയൂല. അറിയാത്തത് കൊണ്ടോ, ഞാൻ അറിയില്ല എന്ന് നടിക്കുന്നത് കൊണ്ടോ നമ്മളോട് വന്ന് വിഷമങ്ങൾ പറയുമ്പോഴേ ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വാസമാവില്ല. അവര് 10,000 പ്രതീക്ഷിച്ചു വന്നു, നിങ്ങൾക്ക് ആകെ 500 കൊടുക്കാൻ പറ്റുള്ളൂ. ശപിച്ചിട്ടായിരിക്കും മനുഷ്യരോട് ഇറങ്ങി പോവുക. കണ്ടില്ലേ, പത്രാസ് കാണിച്ചിട്ട് ഞാനൊരു 1000 ചോദിച്ചിട്ട് അങ്ങനെ പറയാം. അപ്പൊ അള്ളാഹിനോട് ചോദിക്കുക, പടച്ചോനെ നമ്മളെ പ്രതീക്ഷിച്ച് വല്ലവരും വരുമ്പോഴേ ഇല്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കൂല. എന്നാൽ ഉള്ളതെന്ന് കൊടുക്കാൻ എന്റെ കയ്യിൽ നീ തരണം പടച്ചോനെ എന്ന് അള്ളാഹിനോട് ചോദിച്ചോളൂ. മനസ്സറിഞ്ഞ് ചോദിച്ചാൽ അള്ളാഹു അതിന്റെ വകുപ്പ് നിങ്ങൾക്ക് തരും. മനസ്സറിഞ്ഞ് ചോദിച്ചോളൂ. കാരണം അതൊരു ഇസ്സത്തിന്റെ വിഷയമാണ്. നാട്ടിൽ മുഴുവൻ പാട്ടാക്കി നടക്കും ചെയ്യും ഇങ്ങനത്തെ മനുഷ്യന്മാര്. വെറുതെ കിട്ടണ പോലെ ചെയ്യാം. ഈ ചോദിച്ചു വരുന്നത് വെറുതെയാണ്. നമുക്ക് ചെയ്തൊരു ഉപകാരത്തിന് പ്രതിഫലം കൂലി എന്നല്ലേ ചോദിക്കുന്നത്, വെറുതെ തരുമെന്നാ ആ വെറുതെ കൊടുക്കുന്നതിനെ കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യും? നാട്ടിൽ അപമാനിതരാക്കും. മനുഷ്യന്മാരോട് ചെന്നിട്ട് പല ഫിത്നയും വസാദും പറയും. ഇന്നത്തെ ലോകം അങ്ങനെയാണ്, നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അള്ളാഹുവിനോട് സിത്ർ മറയെ ചോദിക്കുക. നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു മറച്ചു വെക്കുക. നമ്മൾ കഷ്ടപ്പാടിലാണെന്നൊരു മനുഷ്യൻ ചിന്തിക്കേണ്ട. നമ്മൾ വളരെ റാഹത്തിലാണ് എന്നെ വിചാരിച്ചാൽ മതി. എന്തിനാ നമ്മുടെ കഷ്ടപ്പാട് പറഞ്ഞാൽ ഒരിങ്ങോട്ട് അതിലപ്പുറമുള്ള കഷ്ടപ്പാട് പറയും? എന്തിനാ നമ്മൾ റാഹത്തിന്? അതൊരു സിത്റാണ്, അള്ളാഹു തരുന്നൊരു മറയാണ്. ആ മറക്ക് വേണ്ടി ചോദിക്കണം പടച്ചോൻ. റബ്ബേ, ഞാൻ കഷ്ടപ്പാടിലാണ്, ദാരിദ്ര്യത്തിലാണ്, ഒന്നുമില്ലാതെ ഇടങ്ങാറായി നടക്കുകയാണ്, തലങ്ങും വിലങ്ങും മശരിക്കും മഗ്‌രിബ് ഓടുകയാണ്. അങ്ങനെ ചിന്തിക്കണ്ട. നമ്മുടെ കാര്യം റാഹത്തിലാണ്. എന്നാൽ അയാളോട് പോയി പറയട്ടെ, എന്റെ കാര്യത്തിന് പരിഹാരം ഉണ്ടാവോ? അങ്ങനെ ഒരാൾ നമ്മളെപ്പറ്റി ചിന്തിക്കുന്നത് അള്ളാഹു തരുന്നൊരു ഇസ്സത്താണ്, അത് അഭിമാനമാണ്. ആ അഭിമാനം നിലനിർത്തി തരാൻ അള്ളാഹുവിനോട് ഐശ്വര്യം ചോദിക്കുക. അതുകൊണ്ട് ഈ ദുആ നമ്മൾ പഠിച്ചു വെക്കുക. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിതാഅതിക അൻ മഅസിയതിക വബിഫദ്ലിക അമ്മൻ സിവാക. ഇത് ദാരിദ്ര്യമില്ലാതെയാവാനും കടം വീടാനും പറഞ്ഞ ദുആകളിൽപ്പെട്ട ഒരു ദുആയാണ്. കടം വീടാൻ ഒരു നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈൻ വഖഹരി റിജാൽ. അതേപോലെ കടം വിടാൻ വേണ്ടി പറഞ്ഞ ഒരു ദുആയാണ് ഈ ദുആ. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിതാഅതിക അൻ മഅസിയതിക വബിഫദ്ലിക അമ്മൻ സിവാക. ഞാര് പഠിച്ചിട്ടില്ലെങ്കിലും പ്രവാസികൾ ഈ 2 ദുആയും പഠിച്ചു വെക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറക്കെ ചൊല്ലി നോക്കൂ. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിതാഅതിക അൻ മഅസിയതിക വബിഫദ്ലിക അമ്മൻ സിവാക. അല്ലാഹു നമുക്ക് ഹലാൽ കൊണ്ട് ഐശ്വര്യം തരട്ടെ. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്തിൽ ഇരിക്കല്ലേ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒന്നുകൂടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ആമീൻ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദ്റത്തിലേക്ക് അല്ലാഹു ഈ സ്വലാത്ത് എത്തിച്ചു കൊടുക്കട്ടെ.